ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടാനുള്ളൊരു കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ അഭിനയകല പാരമ്പര്യം, ആ ഒരു കലാപാരമ്പര്യം കൈമുതലാക്കിയ കലാകാരൻ, കുടുംബം മുഴുവൻ കലാകാരന്മാരും താരങ്ങളുമാണ്. നിയാസിക്കയുടെ ഫാദർ മലയാളത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു സിനിമാ നടനും നാടക ആചാര്യനുമൊക്കെയാണ് അബൂബക്കർക്ക. വളരെ ചുരുക്കം സിനിമകളെ അദ്ദേഹത്തെ അഭിനയിച്ചിട്ടുള്ളൂ എങ്കിലും ആ ക്യാരക്ടേഴ്സ് എല്ലാം മലയാളികളുടെ ഇഷ്ട കഥാപാത്രങ്ങളാണ് അല്ലേ. പിന്നെ വീട്ടിലാണെങ്കിലും അനിയൻ കലാഭവൻ നവാസുക്ക, അദ്ദേഹത്തിൻ്റെ ഭാര്യ രഹനേത്തയുടെ ഫാദർ ഒരു വലിയ നാടകാചാര്യനും സിനിമാ നടനും ഒക്കെയായ ഹസനാർക്ക്. അത് തന്നെ. അപ്പം അങ്ങനെ ഒരുപാട് ഒരു വലിയ കലാകുടുംബത്തിൽ നിന്നും വരികയാണ്. വർഷ ഗോൾഡൻ ഡയമണ്ട്സ്, ചെറുപുഴ, കൊച്ചി, കാലിക്കറ്റ്, മലപ്പുറം, കണ്ണൂർ. ഒരു നിയോഗം പോലെ സംഭവിക്കുന്ന കാര്യങ്ങളാണല്ലോ. നമ്മൾ പ്ലാൻ ചെയ്താൽ നടക്കുന്ന കാര്യങ്ങളല്ലല്ലോ പലതും. ഞാൻ ഇപ്പം ഈ കലാരംഗത്തേക്ക് വരുന്നതിനായിട്ട് ഒരു വലിയ ശ്രമമൊന്നും നടത്തിയിട്ടില്ലാത്ത ഒരാളാണ്. വലിയ ശ്രമം നടത്തിയിട്ടില്ല എന്ന് പറഞ്ഞാൽ വന്നതിന് ശേഷം നന്നായിട്ട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. അതെ, അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു ഒരു ജനറ്റിക് ആയിട്ടുള്ള ഒരു ഗിഫ്റ്റ് നമ്മളിലേക്ക് വന്നതിൻ്റെ ഭാഗമായിട്ട് കിട്ടിയിട്ടുള്ളതാണ് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എന്ന് പറഞ്ഞാൽ ഏതൊരു കലയ്ക്കാണെങ്കിലും അതിൻ്റെ പുറകിൽ വലിയൊരു കഠിനാധ്വാനം. ഇപ്പോൾ നമ്മൾ ഒരു കഥകളി ആർട്ടിസ്റ്റിനെ എടുക്കുക, 3 മണിക്ക് എഴുന്നേറ്റ് ചവിട്ടി ഒഴിഞ്ഞ് അതിന് വേണ്ടതായിട്ടുള്ള എക്സസൈസ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് ഒരു കഥകളി നടൻ. എത്രയോ വർഷത്തെ അവരുടെ പരിശ്രമം കൊണ്ടാണ്, പ്രാക്ടീസ് കൊണ്ടാണ് അവർ രംഗത്ത് വരുന്നത്. കഠിനാധ്വാനം. ഇപ്പം നമ്മളെപ്പോലുള്ള ആളുകൾ ഇപ്പോൾ നടൻ എന്നുള്ളതിന് വേണ്ടി അല്ലെങ്കിൽ ഒരു അഭിനയ കലയ്ക്ക് വേണ്ടിയിട്ട് എത്ര സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ എത്ര പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെന്ന് ചോദിച്ചാൽ എന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളം ബിഗ് സീറോ എന്ന് വേണമെങ്കിൽ പറയാം. എന്ന് പറഞ്ഞാൽ വലിയൊരു അധ്വാനമൊന്നും അതിൻ്റെ പുറകിൽ ചെലവഴിച്ചിട്ടില്ല. എന്നാൽ ഈ രംഗത്ത് നിലനിൽക്കാനായിട്ടും അവസരങ്ങൾ കിട്ടാനായിട്ടും അതിയായ ആഗ്രഹമുള്ളത് കൊണ്ട് അത് ഇതിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടി നല്ല സ്ട്രഗിൾ അനുഭവിച്ചിട്ടുമുണ്ട്. കാരണം ഉപജീവനം എന്ന് പറയുന്നൊരു സംഗതി ഉണ്ടല്ലോ. തുടക്കകാലങ്ങളിൽ നമുക്ക് ഈ രംഗത്തേക്ക് വരുമ്പോഴൊന്നും കാര്യമായിട്ടുള്ളൊരു വരുമാനം അറിയാലോ. ഇപ്പോൾ ഞാനും നീയൊന്നും ആ കാര്യത്തിൽ വിഭിന്നരല്ല. അപ്പോൾ ആ ഒരു സ്ട്രഗിളാണ് നമ്മളൊക്കെ അനുഭവിച്ചിട്ടുള്ളത്. പക്ഷെ ഒരു ആർട്ടിന് വേണ്ടി നമ്മൾ എത്ര കണ്ട് പണിയെടുത്തിട്ടുണ്ടെന്ന് ചോദിച്ചാൽ എനിക്ക് അങ്ങനെ വലിയൊരു കഠിനാധ്വാനം. അപ്പോൾ എനിക്ക് തോന്നുന്നത് ജീനിൻ്റെ ഒരു സ്വഭാവം, ഒരു ജനറ്റിക് ഇത് നമുക്ക് കൈമാറി വന്നിട്ടുള്ള ഒരു പക്ഷേ വാപ്പാടെ ഒക്കെ ആ ഒരു ജീനിൻ്റെ സ്വഭാവം നമ്മളിൽ കിടക്കുന്നതുകൊണ്ടായിരിക്കാം നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുന്നത്. അതൊരു ഗിഫ്റ്റാണ്, ഈശ്വരൻ തന്നൊരു ഗിഫ്റ്റ് എന്നാ പറയുമ്പോൾ. അപ്പോൾ ആ ഗിഫ്റ്റ് നമ്മളിലുള്ളത് കൊണ്ട് അത് വെച്ച് അതിനെ നശിപ്പിക്കാതെ കൊണ്ട് നടക്കുന്ന ആളുകളിൽ പെട്ടവരെന്ന് പറയാനേ നമ്മളെയൊക്കെ പറ്റുള്ളൂ. പിതാവ് അബൂബക്കർക്ക് ഈ ഒരു രംഗത്തുണ്ടായിരുന്ന സമയത്ത് നാടകങ്ങളിലാണ് കൂടുതലായിട്ട് സജീവമായിട്ട് നിന്നിട്ടുള്ളത്. പിന്നീട് അദ്ദേഹം സിനിമകളിൽ ചെയ്ത വേഷങ്ങൾ എണ്ണം പറഞ്ഞ വേഷങ്ങളാണെങ്കിലും ഭയങ്കരമായിട്ട് മലയാളികളെ സ്വാധീനിച്ചിട്ടുള്ള കഥാപാത്രങ്ങളാണ്. പ്രത്യേകിച്ച് വാത്സല്യത്തിലെ കുഞ്ഞമ്മാമ, മേലെടുത്ത് രാഘവൻ നായർക്കൊപ്പം ചേർത്ത് നമുക്ക് മനസ്സിൽ കൊണ്ടുനടന്നിരുന്നു ഒരു കാലഘട്ടത്തിൽ. ആ സിനിമ കണ്ടു കഴിഞ്ഞിറങ്ങിയാൽ ഈ മേലെടുത്ത് രാഘവൻ നായർ നിൽക്കുന്ന പോലെ തന്നെ ഈ അബൂബക്കർക്കയുടെ ക്യാരക്ടറും കൂടി നമ്മൾ ഹോണ്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ സമയത്തൊക്കെ നിങ്ങൾക്ക് ആഗ്രഹിച്ചിരുന്നു അല്ലെങ്കിൽ അബൂബക്കർക്ക ഈ ഒരു ഫീൽഡിൽ ഉള്ളത് കൊണ്ട് ഒബ്വിയസ്ലി നമുക്കങ്ങനെ ഒരു തോന്നലൊക്കെ തോന്നാമല്ലോ. സിനിമ എന്ന് പറയുന്നൊരു അല്ല, അത് വളരെ ചെറുപ്പം മുതലുണ്ട്. അതാ ഞാൻ പറഞ്ഞത്, അതൊരു ജനറ്റിക് സ്വഭാവമായിരിക്കാം. ഈ ആഗ്രഹം തോന്നിയിരുന്നു. ആ സമയത്ത് ട്രൈ ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല? പിന്നെ ഉണ്ട്. നമ്മൾ സ്കൂൾ തലങ്ങളിൽ മുതലേ നമ്മൾ ഇതൊക്കെ തന്നെയല്ലേ. മോൺ ആക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ മിമിക്രി ചെയ്യുന്നു, പാട്ട് പാടുന്നു, നാടകം അഭിനയിക്കുന്നു. അപ്പോൾ SLC ടൈമിലൊക്കെ എനിക്ക് 5 പ്രോഗ്രാം സ്കൂളിൽ നിന്ന് ഫസ്റ്റ് A ഗ്രേഡ് കിട്ടിയിട്ട് അത് ഉപജില്ലാ തലത്തിൽ പോയിട്ട് അവിടുന്ന് 3 ഇപ്പോൾ മോണാക്ട്, നാടകം, ടാബ്ലോ അതിനൊക്കെ ഫസ്റ്റ് A ഗ്രേഡ് കിട്ടി. അങ്ങനെ ജില്ലാ തലം, അങ്ങനെ നമ്മുടെ അന്ന് അത്രയും ചെറുപ്പം മുതലേ നമുക്കിതിൽ വലിയ അതിയായ ആഗ്രഹമുണ്ട്. ഞാൻ പറയണത് ആ ആഗ്രഹം ഉണ്ടാകാനുള്ള കാരണമാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ നമ്മളിതിനു വേണ്ടി പണിയെടുത്തിട്ടില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് ആഗ്രഹമില്ല എന്നോ ചെയ്യാൻ ഇഷ്ടമില്ല എന്നല്ല, അത്രയും പോരാ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. എന്ന് പറയുന്നത് ഒരു കല അഭ്യസിക്കുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ പുറകിൽ എത്ര കണ്ട് അതിൻ്റെ ആഴത്തിലേക്ക് ഇറങ്ങി ചെല്ലണം. ഇപ്പം നമ്മൾ ഈ കോമഡി അല്ലെങ്കിൽ മിമിക്രി തലത്തിൽ അല്ലെങ്കിൽ നിൽക്കുന്ന ആളുകൾ
നമ്മളൊക്കെ പലപ്പോഴും വളരെ ഈസി ആയിട്ടാണ് അതിനൊക്കെ കാണുന്നത്. പൊതുവെ മടിയന്മാരും കൂടിയാണ് അല്ലേ? അപ്പോൾ എന്നിട്ടും അവർ നിലനിൽക്കുന്നു. അതെ അതെ. അത് ഇതിനോടുള്ള വലിയ ആഗ്രഹം കൊണ്ടും പിന്നെ ഒരു ദൈവാനുഗ്രഹം കൊണ്ടൊക്കെ എന്നും അല്ലാണ്ട് ഒരു വലിയ കഠിനാധ്വാനത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ നിലനിൽക്കുന്നത് പറയാൻ പറ്റില്ല. ഇപ്പോൾ ചില ഐറ്റംസൊക്കെ നമ്മൾ കാണിക്കുമ്പോൾ ഞാൻ വിചാരിക്കാറുണ്ട്, നമ്മുടെ തിരുവനന്തപുരത്തുകാരൻ ഒരു വിനോദം ഉണ്ടല്ലോ, ജഗ്ലിംഗ് ഷോ ചെയ്യുന്നത്. ഞാൻ അയാൾ നമ്മുടെ പെർഫോം ചെയ്യുമ്പോൾ ഞാനിങ്ങനെ വളരെ സൂക്ഷിച്ചിങ്ങനെ കാണാറ്. അയാളുടെ ഒരു ടൈമിങ്ങും എത്ര സൂക്ഷ്മമായിട്ടാണ്, എത്ര കാലത്തെ അധ്വാനമായിരിക്കും അത്. അതെ അതെ. ഞാൻ പറയാം, അതൊക്കെ നമ്മൾ ചിലപ്പോൾ അഭിനയ കലയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ദേശീയമാണ് ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് തെറ്റിയാൽ അല്ലേ അല്ലേ എത്രത്തോളം. അപ്പം എത്ര സസൂക്ഷ്മമാണ് അതൊക്കെ അവർ പെർഫോം ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ നമ്മൾ ചെയ്തിട്ടല്ല നമ്മൾ നിലനിൽക്കുന്നത് എന്ന് ഞാൻ സൂചിപ്പിച്ചെന്നുള്ളത്. നമ്മൾ ഇന്ന് പറയാൻ പാടില്ല, ഞാൻ എന്നേ പറയാൻ പാടുള്ളൂ. അപ്പോൾ എനിക്ക് കൂടുതൽ സഹായകമായി നിന്നിട്ടുള്ളത് ഈ പറഞ്ഞ പോലെ ഈശ്വരാനുഗ്രഹം കൊണ്ട് നമ്മളിൽ ജീനിൻ്റെ ഒരു സ്വഭാവം കൈമാറി കിട്ടിയതിൻ്റെ ഭാഗമായിട്ട് ഒരു പാരമ്പര്യ പുണ്യവും ചെറിയ മടിയൊക്കെ വെച്ചിട്ടാണെങ്കിലും കുഴപ്പമില്ലാതെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ ജീവിച്ചു പോകുന്ന ഒരാളാണ് ഞാൻ. അബൂബക്കർക്ക് ഞാനത് കേട്ടിട്ടുണ്ട്, ഈ സിനിമയോട് വലിയ പ്രണയം ഉണ്ടായിരുന്ന ഒരാളല്ല അല്ലേ? നാടകത്തോടായിരുന്നു അദ്ദേഹത്തിന് കൂടുതൽ അഭിനിവേശം അല്ലേ? അപ്പോൾ അങ്ങനെയൊക്കെ ഈ ഒരുപാട് അവസരങ്ങൾ വന്നിട്ട് ചിലപ്പോൾ അത് അത്ര വലിയ കാര്യഗൗരവമായിട്ട് എടുക്കാതെയും പോയിട്ടുണ്ട്. അങ്ങനെ മലയാള സിനിമയിൽ ചിലപ്പോൾ ഒരുപക്ഷെ തിലകനോളം അല്ലെങ്കിൽ അദ്ദേഹത്തെക്കാളും ഒക്കെ ആ ഒരു റേഞ്ചിൽ നിൽക്കേണ്ടിയിരുന്ന ഒരു വ്യക്തിയായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്. കാരണം അദ്ദേഹത്തിൻ്റെ ക്യാരക്ടേഴ്സിനെയൊക്കെ നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ നമുക്കങ്ങനെ തോന്നിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മക്കളായ നിയാസിക്കായാലും കലാഭവൻ നവാസിക്കായാലും ഒക്കെ ആ ഒരു കാര്യത്തിലൊന്നും ഒരിക്കലും ഈ പറയുന്ന അഭിനയ ഗുണം കൊണ്ടോ അല്ലെങ്കിൽ മറ്റ് എന്താ ഒരു സ്റ്റേജ് ആർട്ടിസ്റ്റ് എന്ന നിലയിലോ ഒക്കെ നിങ്ങളും വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുണ്ട്. ഈ വാപ്പ എങ്ങനെയാ പ്രോത്സാഹിപ്പിക്കുമായിരുന്നു ഇങ്ങനെ കാര്യങ്ങളിലൊക്കെ? വാപ്പ പ്രത്യേകിച്ചിട്ടുള്ളൊരു പ്രോത്സാഹനമല്ല, പക്ഷെ ഒന്നിനെയും നിഷേധിച്ചിരുന്നില്ല. നമ്മുടെ ടേസ്റ്റ് എന്താണെങ്കിലും അത് നമുക്ക് നമ്മുടെ ഒരു താല്പര്യം എന്താണോ അതിലേക്ക് വിട്ടു തന്നിരുന്നു. നമ്മുടെ താല്പര്യം അറിഞ്ഞോ അറിയാതെയോ കലയായത് അത് നമ്മുടെ ഒരു ഭാഗ്യം. അപ്പോൾ അതിനോടൊപ്പം നിൽക്കുക എന്നുള്ളത് തന്നെയാണല്ലോ, അത് എതിർക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അതിനോടൊപ്പം നിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ്. പക്ഷെ നമ്മളെ ആ ഒരു രംഗത്തേക്ക് വരാനായിട്ട് പുള്ളി ഒരു ശ്രമം നടത്തുന്നില്ല. പിന്നെ എന്നെ തള്ളിയതുമില്ല. നമുക്ക് നമ്മുടെ ഇഷ്ടം, നമുക്കൊരു സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. നമ്മുടെ കരിയർ എങ്ങനെ വേണമെന്ന്, നമ്മളെങ്ങനെ രൂപപ്പെടുത്തണം എന്ന് നമുക്ക് തീരുമാനിക്കാം. അതല്ല ഒന്നിനും കമ്പൽ ചെയ്തിട്ട് ഇങ്ങനെ പോ, അങ്ങനെ ചെയ്യ്, ഇങ്ങനെ നീങ്ങിയാൽ മതി എന്നൊന്നും പുള്ളി അതിന് മാത്രമല്ല ഒരു കാര്യത്തിലും അങ്ങനെ ഇടപെടുന്നൊരു വ്യക്തിയല്ല. നാടകരംഗത്ത് 30 വർഷക്കാലം ഒരുമിച്ചുണ്ടായിരുന്നത്. തിലകൻ ചേട്ടനും വാപ്പയ്ക്ക് ഒരുമിച്ച് ഉണ്ടായിരുന്ന ഇതാണ്. ചങ്ങനാശ്ശേരി ഗീത, കോട്ടയം നാഷണൽ തിയേറ്റേഴ്സിലൊക്കെയാണ് വാപ്പ വർക്ക് ചെയ്തിട്ടുള്ളത്. ഈ നാടകത്തിനോട് അക്കാലത്ത് ഈ പറഞ്ഞ പോലെ നമ്മുടെ നാട്ടിൽ മലയാള സിനിമകൾ പോലും വളരെ കുറവാണ്. തമിഴ് സിനിമകളാണ് അത്ര കൂടുതലും ഉണ്ടായിരുന്നത്. അന്നത്തെ വാപ്പാടെ കാലഘട്ടത്തിലൊക്കെ അവരുടെ കോമഡി ആർട്ടിസ്റ്റുകൾ എന്നൊക്കെ പറയുന്നത് നാഗേഷ്, രാമേന്ദ്ര ബാബു എന്നൊക്കെ പറയുന്ന തമിഴിലെ താരങ്ങളാണ്. അവരുടെയൊക്കെ സീനുകളൊക്കെയാണ് പറയുക, നമ്മളോടൊക്കെ കഥയൊക്കെ പറയുമ്പോൾ ഇവർ കണ്ടിട്ടുള്ള പഴയ കോമഡികളൊക്കെ. അപ്പം അക്കാലത്ത് നാടകത്തിന് മലയാള പ്രോഗ്രാം എന്നുള്ള നിലയ്ക്ക് പിന്നെ പ്രേക്ഷകർക്ക് ഇന്നത്തെ പോലെ TV മാധ്യമങ്ങളോ മറ്റുള്ള പരിപാടികളോ ഒന്നുമില്ലല്ലോ. അന്ന് മലയാളികൾക്ക് ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യാനായിട്ടുണ്ടായിരുന്നൊരു പ്രോഗ്രാം എന്ന് പറഞ്ഞത് നാടകമാണ്. അപ്പം ഇവർക്കൊക്കെ ഒരുപാട് ആരാധകരുണ്ടായിരുന്നു. ഇന്നിപ്പോൾ മമ്മൂക്കാക്കും ലാലേട്ടനൊക്കെ കിട്ടുന്നത് പോലെയുള്ള ഒരു പരിഗണന അന്നത്തെ സൂപ്പർ സ്റ്റാറുകളാണ് അവരൊക്കെ നാടകത്തിലെ. അപ്പോൾ അബൂബക്കർ ഉണ്ടോ പ്രാവശ്യം എന്നൊക്കെ ചോദിച്ചിട്ട് നാടകം ബുക്ക് ചെയ്യുന്നത് അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ് ഞാൻ. അപ്പോൾ അങ്ങനെ അവർക്ക് അന്ന് അതിൽ വളരെയധികം മതിപ്പുണ്ടായിരുന്നു. സിനിമയിൽ ഒരു പക്ഷേ അന്നത്തെ കാലത്ത് വളരെ ചുരുക്കം സിനിമകൾ വാപ്പ ചെയ്തിട്ടുണ്ട്. സൃഷ്ടി, മുത്ത്, ദ്വീപ്, രാജൻ പറഞ്ഞ കഥ, അഗ്നി, അതൊന്നും പുതിയ തലമുറയ്ക്ക് അറിയില്ല. ഈ അഗ്നിയിൽ തൊണ്ണം പോക്കര് പൊണ്ണം പോക്കര് എന്ന് പറഞ്ഞിട്ടൊരു പാട്ടുണ്ട്, ദാസേട്ടൻ പാടിയില്ല. അത് വാപ്പയാണ് അഭിനയിക്കുന്നത്. അങ്ങനത്തെ സീനില് പാടുന്നത് വാപ്പയാണ്. അപ്പൊ അത്തരം ക്യാരക്ടേഴ്സ് ഒക്കെ ചെയ്തിട്ടുള്ളതാണ്. പിന്നെ പാർവതി, ഭരതേട്ടന്റെ പാർവതി എന്നുള്ള സിനിമ ഒക്കെ
പക്ഷെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ വലിയൊരു കാലയളവ് ആരും വിളിച്ചാലും പോവാത്ത രീതിയിൽ ഒരു ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള ഒരവസ്ഥയിൽ ഒരുപാട് കാലം ഈ ഫീൽഡ് വിട്ടു നിന്നിട്ടുണ്ട്. ഓ ശരി. ഒന്നിനും പോവാതെ, നാടകത്തിനും ഇല്ല, സിനിമയ്ക്കും ഇല്ല, ഒന്നിനും പോവാതെ വലിയൊരു കാലയളവ്. സാമ്പത്തികമായിട്ടൊക്കെ കുടുംബത്തെ ബാധിച്ചു. വളരെ ബുദ്ധിമുട്ടാണല്ലോ, പ്രയാസമായിരുന്നു. ഉള്ളതൊക്കെ വിറ്റുപിറക്കി പിടിച്ചൊക്കെ അങ്ങനെ കഴിഞ്ഞു പോയി. പിന്നെ ഈ പറഞ്ഞ പോലെ പല ഇപ്പോൾ ഉമ്മയുടെ കുടുംബങ്ങളിൽ നിന്നും വാപ്പാടെ കുടുംബങ്ങളിൽ നിന്നൊക്കെ ഉള്ള ഹെൽപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് അങ്ങനെ കടന്നു പോകുന്ന ഒരു കാലഘട്ടമാണത്. വളരെയധികം സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. എൻ്റെ ഉമ്മ വളരെയധികം ബുദ്ധിമുട്ടിയിട്ടുണ്ട് ആ ഒരു കാലയളവിൽ. അങ്ങനെ പിടിച്ചു നിന്നു എന്ന് വേണമെങ്കിൽ പറയാം. പിന്നീട് ഒരു രണ്ടാം വരവ് എന്ന് പറയുന്നത് ഭരതേട്ടനാണ് അതിന് കൂടുതലും ഇനിഷ്യേറ്റീവ് എടുത്തു. അത് കേളി എന്നുള്ള സിനിമ. ഈ കേളിക്കും വിളിച്ചാൽ പോയിരുന്നില്ല. പക്ഷെ അന്ന് എങ്കക്കാട് ഭരതേട്ടനും വാപ്പാക്കൊക്കെ ഇവരൊക്കെ ആ ഒരു ചുറ്റളവിലുള്ള കലാകാരന്മാരാണ്. ഭരതേട്ടൻ, എൻ്റെ ഫാദർ, ഉടിയിൽ ഉണ്ണികൃഷ്ണൻ, പിന്നെ കലാമണ്ഡല ഹൈദരലി എന്നൊക്കെ പറയുന്ന ലെജൻഡുകളായിട്ടുള്ള ആളുകൾ ഒരു 5 കിലോമീറ്റർ ചുറ്റളവിൽ ഉണ്ടായിരുന്ന ആളുകളാണ്. അപ്പം അവര് ഇവരുടെ ഒരു കലാസമിതി, എങ്കക്കാട് കലാസമിതി, അതിലുള്ള കലാപ്രതിഭകളാണ് ഇവരൊക്കെ. അപ്പം ഇവര് ഈ പിന്നീട് ഇവരൊക്കെ ഓരോ മേഖലയിൽ അറിയപ്പെടുന്ന ആളുകളായി തീർന്നു. ആ ഒരു സമയത്തൊക്കെ വാപ്പ ഇങ്ങനെ പോവാതിരിക്കുന്ന ആ ഒരു സംഭവമൊക്കെ ഭരതേട്ടൻ അറിയാം. ഭരതേട്ടൻ എങ്കക്കാട് വരുന്ന സമയത്തൊക്കെ വിളിപ്പിക്കും, വാപ്പയായിട്ട് സംസാരിക്കും. മിക്കപ്പോഴും വഴക്കാണ്ടാവുക ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് തന്നെ. നീ എന്താണ് ഇറങ്ങാത്തത്, എന്താണ് വിളിച്ചാൽ പോകാത്തത്. സാധാരണ എല്ലാവർക്കും കലാരംഗത്ത് നിന്ന് അവസരങ്ങൾ നഷ്ടപ്പെടുമ്പോഴാണ് ഈ ഫ്രസ്ട്രേഷൻ വരുന്നത്. ഇത് മനഃപൂർവ്വം നഷ്ടപ്പെടുത്തിക്കൊണ്ട് അല്ല, അതെന്താ അതിന്റെ കാരണം എന്തായിരുന്നു എന്ന് നമുക്കറിയില്ല. ഓരോ വ്യക്തികളിൽ സംഭവിച്ചു പോകുന്ന സംഗതികളാണ്. നമുക്ക് അതിന് കുറ്റമോ ശരിയോ തെറ്റോ പറയാൻ കഴിയില്ല. സംഭവിക്കുന്നതാണ്, അത് സംഭവിച്ചു പോയി. അപ്പോൾ അന്ന് ഇപ്പം എൻ്റെ ഫാദർ എന്നുള്ള ഇത് മാറ്റിവെച്ചാൽ ഒരു കലാകാരൻ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ മാനസികാവസ്ഥ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നമുക്കിപ്പോൾ അത് ചിലപ്പോൾ ശരിയായിട്ടോ തെറ്റായിട്ടോ ഒക്കെ പറയാൻ പറ്റും. പക്ഷേ അത് ആ വ്യക്തിക്ക് മാത്രമേ അറിയുള്ളൂ എന്തായിരുന്നു അതിൻ്റെ കാരണം. പിന്നെ കേളിയിലൂടെ ഇപ്പം കേളിയിൽ രണ്ടാമത് ഭരതേട്ടൻ ഈ പറഞ്ഞ പോലെ എങ്കക്കാട് ഒരു പപ്പടച്ചിട്ടി ഇങ്ങനെ ഉണ്ടായിരുന്നു. പപ്പടച്ചിട്ടി, ഒരു പപ്പടമൊക്കെ ഉണ്ടാക്കുന്ന ചിട്ടിയാർ. അപ്പൊ അയാളെ വാപ്പ ഈ കലാസമിതിയുള്ള സമയത്ത് തന്നെ അനുകരിച്ച് കാണിക്കുമായിരുന്നു. ഒരു ഞൊണ്ടലൊക്കെ ആയിട്ട് ഇങ്ങനെ. അത് ഇവർക്ക് അറിയാം. അപ്പൊ ഭരതേട്ടൻ ഈ കേളി എന്നുള്ള സിനിമ എടുക്കുമ്പോൾ ആ ഒരു ഇതിന്റെ ആ ലൊക്കേഷനിൽ ആ ലൊക്കാലിറ്റിയിൽ അവിടെ പപ്പടച്ചിട്ടിയായിട്ടുള്ള ഇയാള് വേണം എന്ന് ഭരതേട്ടൻ തീരുമാനിച്ചു. അത് അബൂബക്കർ ചെയ്യണം എന്നുള്ളത് ആണ് ഭരതേട്ടൻ്റെ താല്പര്യം. അങ്ങനെ വാപ്പാനെ നിർബന്ധിച്ച് വിളിച്ചു. ഒരു പക്ഷേ അദ്ദേഹത്തിനെ അതിലേക്ക് എൻട്രി ചെയ്യിക്കാൻ വേണ്ടി മനഃപൂർവ്വം പ്ലാൻ ചെയ്തതായിരിക്കാം. എന്തായാലും അതൊരു വലിയ വലിയ സഹായമായി, അത് പറയാതിരിക്കാൻ പറ്റില്ല, നിമിത്തമായി മാറി. അതെ, അത് രണ്ടാമത് വാപ്പ സെറ്റിൽ വരുമ്പോഴേ ഈ പറഞ്ഞ മാതിരി പുള്ളി ഇങ്ങനെ മാറിയൊക്കെ നിൽക്കുള്ളൂ, മിങ്കിൾ ചെയ്യില്ല. പക്ഷെ എല്ലാവർക്കും അറിയുന്ന ആളുകളാണ്. ഇപ്പോൾ അന്ന് സെറ്റിലുണ്ടായിരുന്നത് നെടുമുടി ചേട്ടനാണെങ്കിലും ഇവർക്കൊക്കെ നാടകത്തിൽ അബൂബക്കറാണെന്ന് പറഞ്ഞപ്പോൾ വളരെ കുറേ കാലമായിട്ട് അവർ കാണുന്നു. അപ്പോൾ അവർക്ക് കൃത്യമായിട്ട് ആളെ അറിയാം. അപ്പോൾ ആരും അതിനൊന്നും ഒരു പുള്ളിയുടെ ഇഷ്ടം പോലെ ആവട്ടെ എന്നുള്ള നിലയ്ക്ക് സെറ്റിൽ അങ്ങനെ പുള്ളി എവിടെയെങ്കിലുമൊക്കെ ഇരിക്കും. ഇങ്ങനെ ആ സീൻ വരുമ്പോൾ വിളിക്കും. പെർഫോം ചെയ്യുന്നത് ഗംഭീരമാണ്, 100-ൽ 100. അപ്പം അത് ഒറ്റ പ്രാവശ്യം പറഞ്ഞു കൊടുത്താൽ മതി. അത് നാടകത്തിൻ്റെ എക്സ്പീരിയൻസ് ആണ്. അങ്ങനെയാണ് കേളിയിൽ ഈ ഒരു പപ്പടച്ചട്ടിയായിട്ട് എൻ്റർ ചെയ്യുന്നത്. എന്നിട്ട് അതിൻ്റെ ഡബിങ്ങിന് പോയില്ല. അത് ശരി, വേറെ ആളാ ഡബ് ചെയ്തേ ആ പടത്തിൽ. വേറെ ആരോ അത് ഏകദേശം ആ ടോൺ പിടിച്ച് വേറെ ആരോ ഡബ് ചെയ്യാണ് ചെയ്യുന്നത്. പിന്നീട് രണ്ടാമത് അന്ന് കേളിയിൽ ജോർജ് സാർ അന്ന് അസോസിയേറ്റ് ആണ്. അങ്ങനെ പുള്ളി ആധാരം എന്നുള്ള സിനിമ പുള്ളി ആദ്യം എടുക്കുമ്പോൾ ഇതേപോലെ ഒരു ലെറ്റർ വരികയാണ്. തീർച്ചയായിട്ടും അബുക്ക ഇതിൽ എൻ്റെ കൂടെ ഉണ്ടാവണം, ഇങ്ങനെ ഈ ഒരു ക്യാരക്ടറാണ്, കൂടെ ഉണ്ടാവണം, ഉപേക്ഷ വിചാരിക്കരുത് എന്നാണ് ആ ലാസ്റ്റ് വേർഡ്. ഞാൻ എപ്പോഴും ഓർക്കുന്നുണ്ട്. ഒരു ചുമന്ന ലെറ്ററിൽ ഇങ്ങനെ ഒരു പേപ്പറിൽ എഴുതിയിട്ട് താളം തിയേറ്ററിൽ കൊണ്ടുവന്ന് കൊടുത്തു. അന്ന് ഈ ഫോണും കാര്യങ്ങളും സംവിധാനം ഒന്നുമില്ല നമ്മുടെ എവിടെയില്ല. അങ്ങനെ തിയേറ്ററിൽ നിന്ന് അവിടെ അന്ന് ഒരു പ്രകാശേട്ടനുണ്ട് ഇങ്ങനെ ടിക്കറ്റ് ചെയ്യുന്നത്. അങ്ങനെ അത് പ്രകാശേട്ടൻ നമ്മുടെ അവിടെ താമസിക്കുന്നത്, വീടിൻ്റെ അടുത്ത്. പ്രകാശേട്ടൻ ആ ലെറ്റർ കൊണ്ടുവന്ന് വീട്ടിൽ തന്നു. പോയി അഭിനയിച്ചു. അവര് ചെറുതുരുത്തി കേട്ട് പോകുന്ന വഴിക്ക് ഇവിടെ കൊടുത്ത് ഏൽപ്പിച്ചു, തന്നെ ഏൽപ്പിക്കണം എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് പിന്നെ അതിന് ശേഷം അവർ വന്നു, വിളിച്ച് സംസാരിച്ച്
ഓ, അങ്ങനെ പോയി. ചെറുതുരുത്തിക്ക് ഈ ലെറ്റർ കിട്ടിയിട്ടൊന്ന് വരണം എന്ന് പറഞ്ഞിട്ട് ഉണ്ടായിരുന്നു. ചെറുതുരുത്തി വരെ ഒന്ന് വരണം, ഞങ്ങൾ അവിടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഇവിടുന്ന് കിത്തുചേട്ടനായിട്ട് നല്ല കമ്പനിയായിരുന്നു. അപ്പം പുള്ളിയുടെ ഒരു പടം തുടങ്ങണമെന്നുള്ള നിലയ്ക്ക് അഭിനയിക്കാൻ തീരുമാനിച്ചിട്ടൊന്നുമില്ല. പോയി പിന്നീട് സംസാരിച്ചതിൽ ആ ക്യാരക്ടർ. ആധാര സിനിമയ്ക്ക് എന്തൊരു പ്രത്യേകത ഉണ്ടല്ലോ, എന്തോ കേന്ദ്ര ഗവൺമെന്റിന്റെ എന്തോ ഒരു പരാമർശം ലഭിക്കുകയോ എന്തോ ടാക്സ് എക്സംഷൻ ചെയ്തൊരു ചിത്രമാണ് അല്ലേ? ജോർജ് ചിത്തു സാറിന്റെ. മുരളി ചേട്ടനാണ് നായകനായിട്ട്. ശക്തമായിട്ടുള്ള ഒരു കഥാപാത്രമായിരുന്നു, ഉഗ്രൻ ക്യാരക്ടറായിരുന്നു. ആ സിനിമയും അതുപോലെ നമ്മളെ ഈ പറയുന്ന പോലെ അന്നത്തെ സിനിമകളെല്ലാം തന്നെയും നമ്മളെ ഹോൾഡ് ചെയ്യായിരുന്നു.